ചില സ്ഥാനങ്ങളെക്കുറിച്ചും ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ ആളുകൾ അവിടെ ജോയിൻ ചെയ്യുമ്പോഴോ അവിടെ നിന്ന് രാജിവെക്കുമ്പോഴോ ഒക്കെ മാത്രമാണ്. കാരണം അല്ലാതെ അവിടെ വലിയ പ്രവർത്തനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ്ട് അത്തരത്തിലുള്ളൊരു സംഭവമാണ് KPCCയുടെ ഒരു സൈബർ വിങ് എന്ന് പറയുന്നത്. KPCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ഒരു സൈബർ വിങ് ഉണ്ട്. അപ്പോൾ ആ സൈബർ വിങ്ങിൻ്റെ ചുമതലയിൽ കുറച്ചു കാലം ഇരുന്നിരുന്നത് നമ്മുടെ മഹാനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയാണ്. അപ്പോൾ അനിൽ ആൻ്റണി വിദേശത്ത് നിന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള നല്ല മികച്ച വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ടെക്നോളജിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പോസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ അനിൽ ആൻ്റണിയുടെ മോഹങ്ങളൊക്കെ തന്നെ വലുതായിരുന്നു. സത്യത്തിൽ പുള്ളി ഉദ്ദേശിച്ചിരുന്നത് KPCCയുടെ പ്രസിഡന്റ് സ്ഥാനമൊക്കെയാണ്. പക്ഷെ അത്തരമൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു സൈബർ വിങ്ങിൻ്റെയൊക്കെ തന്നെ തലവനായിട്ട് എത്ര നാളെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ച് പുള്ളി കേരളം മുഴുവനൊക്കെ യാത്ര ചെയ്ത് കേരളം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായി ഇവിടെ സൈബർ വിങ് കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് പുള്ളി പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് BJP പോയി ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ പുള്ളി BJPക്ക് അനുകൂലമായിട്ടും BBC-യുടെ ഡോക്യുമെൻ്ററിക്കെതിരെയും ഒക്കെ തന്നെ ചില പ്രസ്താവനകളൊക്കെ നടത്തി അതിനുള്ളൊരു കളമൊരുക്കം നടത്തിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ചെന്ന് ഡൽഹിയിൽ ചെന്ന് BJPയുടെ ആസ്ഥാനത്ത് ചെന്ന് ഒരു വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നത്. പിന്നെ അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ജനങ്ങൾക്ക് അത്യാവശ്യം നല്ല ബോധമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അനിൽ ആൻ്റണിയുടെ കാര്യം നമ്മൾ അറിഞ്ഞത്. അപ്പോഴാണ് നമ്മളൊരു സൈബർ വിങ് ഉണ്ട് KPCCക്ക് എന്നൊക്കെ അറിയുന്നത്. അല്ലാതെയുള്ള പ്രവർത്തനമൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. പിന്നെ അനിൽ ആൻ്റണി വിട്ടുപോയതിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഒരാളെ കൂടി അവർ കണ്ടുപിടിച്ചു. അതും ഇതുപോലെ കോൺഗ്രസ്സുകാരനല്ലായിരുന്നു. പകരം ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്നൊക്കെ ജോലി രാജിവെച്ച് രാഷ്ട്രത്തെ ഞാൻ സേവിച്ചേ അടങ്ങൂ, എനിക്ക് സേവിക്കാതെ എനിക്ക് വിശ്രമമില്ല, ഇവിടെ ജനത്തെ നന്നാക്കി അടങ്ങും, അധികാരക്കൊതി കൊണ്ടൊന്നുമല്ല, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ സേവിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന P. സരീനെ വിളിച്ച് അതിൻ്റെ സ്ഥാനത്തേക്ക് ഇരുത്തി. പിന്നെ P. സരിനും അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ തമ്മിൽ വലിയ അടിയായിരുന്നു. കൂടാതെ സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനാണ് അദ്ദേഹം അത് കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, കുറച്ച് നാൾ അദ്ദേഹം പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പോസ്റ്റുകളിടുകയും വളരെ മോശപ്പെട്ട കമൻറ്റുകൾ എഴുതുകയൊക്കെ ചെയ്തു. അങ്ങനെ എഴുതി കുറേ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് അതിനേക്കാൾ മോശപ്പെട്ട ആളുകളാണ് തൻ്റെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലായിട്ട് അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പ് അടുക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പാലക്കാട് തന്നെ താമസിക്കുകയായിരുന്നു. അവിടെ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സീറ്റ് കിട്ടിയില്ല. ഏറ്റവും ഒടുവിൽ സീറ്റിൻ്റെ നറുക്ക് വീണത് ഗർഭചിത്രമൊക്കെ നടത്തി പരിചയമുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ ഈ മാങ്കൂട്ടത്തിന് കൊടുക്കല്ലേ എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞു. പക്ഷേ ഇവരെ ആരും അത് കേട്ടില്ല. അല്ലെങ്കിൽ ഇവരുടെ ബധിര കർണങ്ങളിലാണ് അത് പതിച്ചത്. അത് VD സതീശനും കേട്ടില്ല, മറ്റ് നേതാക്കന്മാരൊന്നും കേട്ടില്ല. പകരം ഷാഫി പറമ്പിൽ പറയുന്ന ആൾക്ക് അവിടെ സീറ്റ് കിട്ടുള്ളൂ, അദ്ദേഹം വിചാരിച്ചാൽ ആളെ ജയിപ്പിക്കാൻ പറ്റുമെന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആൾക്ക് കൊടുത്തു. അങ്ങനെയാണ് ഷാഫിയുടെ വളരെ പ്രിയങ്കരനായിട്ടുള്ള മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നത്. ആ മാങ്കൂട്ടത്തിൽ അവിടെ എത്തി ഇന്നലെ വരെ KPCCയുടെ മീഡിയ സെല്ലിൻ്റെയൊക്കെ തന്നെ ഇൻചാർജ് ആയിരുന്ന സരിൻ വന്ന് ഗംഭീരമായിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കോൺഗ്രസ്സിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, അല്ലാതെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ളൊരു പത്രസമ്മേളനമൊക്കെ നടത്തി. പക്ഷേ സമ്മേളനം നടത്തിയായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തു വന്നാലും സീറ്റ് കിട്ടില്ലെന്ന്. പിന്നെ അദ്ദേഹം ഒന്നും നോക്കിയില്ല. ഒരു ചുവന്ന ഷർട്ടും എടുത്ത് ധരിച്ച് നേരെ CPM പാർട്ടിയിലേക്ക് പോയി ജോയിൻ ചെയ്തു. അവിടെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോഴാണ് ഈ P. സരീൻ്റെ ഒരു Pയുടെ ഫുൾ ഫോം പിരായരി സരീൻ എന്നാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹം പിരായരിയിൽ വലിയ അത്ഭുതം കാണിക്കുമെന്നും അദ്ദേഹം ജയിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എന്താണെങ്കിലും ഒരു 1500 വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ പറ്റി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ കിട്ടിയില്ല. അത് ഞാൻ അന്നേ പ്രവചിച്ചിരുന്നതാണ്. കാരണം അദ്ദേഹം വലിയ അംഗമൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എന്തോ ബോധക്കേടുള്ള പോലെയൊക്കെ നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ എൻ്റെ കുട്ടി ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ബുക്ക് എഴുതിയിരുന്നു. ആ ബുക്കിനെ അധികരിച്ച് ഞാനൊക്കെ അന്നൊരു വീഡിയോ ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഭർത്താവ് ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് സരിൻ പോയി. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ, മീഡിയ സെല്ലിൻ്റെ ഈ പറയുന്ന സൈബർ വിങ്ങിൻ്റെയൊക്കെ തന്നെ ചുമതല ഉണ്ടായിരുന്ന 2 പേര് ഈ പാർട്ടി തന്നെ വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാർജ് ആരെ ഏൽപ്പിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സുമുഖനും സുന്ദരനുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ KPCC കണ്ടെത്തുന്നത്. അത് നമ്മുടെ VT ബൽറാമാണ്. അതായത് അദ്ദേഹം തൃത്താലയിൽ MLA ആയിരുന്നു. പിന്നീട് തൃത്താലയിൽ നിന്ന് അദ്ദേഹം MP രാജേഷോട് മത്സരിച്ച് തോറ്റുപോയി. ഏതാണ്ട് 3000 വോട്ടിന് തോറ്റുപോയി. അങ്ങനെ തോറ്റുപോയതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇത് മേടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് അത്യാവശ്യം ബോധമുള്ള വിവരമുള്ള രാഷ്ട്രീയമൊക്കെ അറിയുന്ന ഒരാളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ വർക്കിനൊന്നും വലുതായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നോ ഇല്ല എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും ഒരു ചെറിയ വിവാദമുണ്ടായി. ഇതിൻ്റെ ഇൻചാർജിൽ നിന്ന് അദ്ദേഹവും വിട്ടു. കാരണം ഇത് വിട്ടില്ലെങ്കിലും വിട്ടാലൊക്കെ ഒരുപോലെ തന്നെയാണ്. കാരണം പണി ചെയ്യുന്നവനല്ലേ രാജിവെക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ പണി ചെയ്യാത്ത ആൾക്കും രാജിവെക്കാം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അത് അദ്ദേഹം വിട്ടു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻചാർജ് ആരെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇത് ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ല. കാരണം ഇത് ഏറ്റെടുക്കുന്നവർ ഒന്നില്ലെങ്കിൽ വിവാദത്തിൽപ്പെടും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ പാർട്ടികളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് KPCCയിൽ ഏറ്റവും ഒടുവിൽ ഏൽപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളത്തെ MP-യും എറണാകുളത്തുകാരുടെ പ്രിയങ്കരനുമായിട്ടുള്ള ഹൈബി ഈഡനാണ്. അദ്ദേഹമാണെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയമൊന്നും പറയാറൊന്നുമില്ല. ചിരിച്ച് കളിച്ച് വളരെ സന്തോഷമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. അല്ലാതെ രാവിലെ സൈക്ലിങ്ങിന് പോകും, ഉച്ചയാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നന്നായി ഭക്ഷണം കഴിക്കും, പിന്നെ മുഖത്തൊക്കെ തന്നെ സൗന്ദര്യമൊക്കെ തന്നെ വളരെയധികം സംരക്ഷിക്കും. അങ്ങനെ വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം രാഷ്ട്രീയത്തിലൊന്നും വലിയ കടുത്ത അഭിപ്രായമൊന്നും പറയാറില്ല. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരാളാണ്. പഴയ ജോർജിൻ്റെ മകനാണ്. അതുകൊണ്ട് അദ്ദേഹം തേവര കോളേജിൽ പഠിച്ചതാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയമായി വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. അദ്ദേഹത്തിനാണ് ചാർജ് കൊടുത്തത്. അപ്പോൾ ചാർജ് കൊടുത്തിരുന്ന ഹൈബി ഈഡനും ഇപ്പോൾ രാജിവെച്ചു എന്നാണ് കേൾക്കുന്നത്. രാജി സ്വീകരിച്ചോ ഇല്ലെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. കാരണം ഹൈബി ഈഡൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം, വിമല ബിനു എന്ന് പറയുന്ന ഒരു ലേഡി, അവർ സതീശൻ്റെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവർ അഡ്വക്കേറ്റാണ്. അവർ നേരത്തെ മറ്റൊരു ഓൺലൈൻ ന്യൂസ് ചാനലുണ്ട്. ആ ഓൺലൈൻ ന്യൂസ് ചാനലിൽ സംഘപരിവാറിന് അനുകൂല വീഡിയോകളൊക്കെ ചെയ്യുന്ന ചാനലിൽ ഈ പറഞ്ഞ പോലെ ഹെഡായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ഷൻ 2026 വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പ് ഉള്ളത്. ആ ഗ്രൂപ്പിൽ ഇവർ KC വേണുഗോപാലിനെതിരെയും അദ്ദേഹത്തിൻ്റെ പേര് ഈ മുഖ്യമന്ത്രിയാകാനുള്ള റേസിൽ നിന്ന് മൈനസ് ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവർക്കും പ്രചരിപ്പിക്കൂ. അതുപോലെ റോജി M ജോണിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യൂ, പ്രതികരിക്കൂ. അതുകൂടാതെ മറ്റേ K സുധാകരനെതിരെ വളരെ മോശപ്പെട്ട വാക്കുകളിലൂടെ പ്രതികരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അറിയേണ്ടത് ഹൈബി ഈഡൻ ഉണ്ടായിരുന്നു. കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, VD സതീശൻ്റെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടിട്ടുള്ള ചിലർ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളും നിരവധി ആളുകളൊക്കെ തന്നെ അതിനകത്തുണ്ട്. അതെല്ലാം തന്നെ പുറത്തായിരിക്കുന്നു, അത് വിവാദമായിരിക്കുന്നു. അതായത് KPCCയുടെ സൈബർ സെല്ലിലല്ല ഹൈബി ഈഡൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, VD സതീശൻ്റെയൊക്കെ ഒരു സൈബർ വിങ്ങിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹവും കൂടി ആ കുരിശ് വെച്ച് തലേന്ന് എന്ത് ചെയ്തിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യത്തിന് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്കും പോയിട്ടില്ല. VT ബൽറാമും ഹൈബി ഈഡനും ഒക്കെ ഇപ്പോഴും ഈ പാർട്ടിയിൽ തന്നെയുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം അല്ലെങ്കിൽ അവരും കൂടി വിട്ടുപോയിരുന്നെങ്കിൽ എന്തായിരിക്കും. ഇനി KC വേണുഗോപാലെങ്ങാനും മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹം ഹൈക്കമാൻഡിൽ പിടിമുറുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹൈബി ഈഡനൊക്കെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അറിയാൻ കൂടി നമ്മൾ വളരെ ഔത്സുക്യത്തോടുകൂടി വളരെ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുകയാണ്. അതല്ല VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ വലിയ ഗുണമുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ ഇതിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം, ഇത് ഹൈബി അറിഞ്ഞുകൊണ്ടാണ് ഇല്ല എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സ്ഥിരത വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വൈറ്റെടുക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും അദ്ദേഹവും കൂടി സൈബർ വിങ്ങിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇനി അടുത്തത് സൈബർ വിങ്ങിൻ്റെ ചുമതല ഏറ്റെടുക്കാനായിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്ന ഒരു കാര്യം കൂടി, നമ്മുടെ ചാനലിൽ നമുക്കൊരു മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ യൂട്യൂബ് കൊടുക്കുന്നൊരു ഓപ്ഷനാണ്. അത് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഒരു 179 രൂപയാണ് അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ലെവൽ 1-ൽ. അടുത്തത് 359. ഇത് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കൂടാതെ അത്തരത്തിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മളൊരു ഗൂഗിൾ പേ നമ്പർ കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം അതൊക്കെ ചെയ്താൽ മതി. അല്ലാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുകയും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.